ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള അമ്മ ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രസവ സമയത്തും പ്രസവാനന്തര ശേഷവും എന്തൊക്കെ ചെയ്യണം ശ്രദ്ധിക്കണമെന്ന് അമ്മ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. ഗർഭാവസ്ഥയിൽ അതിനുള്ള സാധ്യത കുറവാണ്. പ്രസവ സമയത്ത് പെരിനേറ്റൽ പീരീഡിലാണ് ട്രാൻസ്മിഷൻ ആകുകയാണെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ കുഞ്ഞ് ജനിച്ച അപ്പോൾ തന്നെ കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിനും വാക്സിനേഷനും എടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസ്മിഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും. അമ്മയ്ക്ക് മുലയൂട്ടാവുന്നതാണ്, ഉറപ്പായിട്ടും അമ്മയ്ക്ക് മുലയൂട്ടാവുന്നതാണ്. അമ്മ മുലയൂട്ടുന്നത് കൊണ്ടോ കിസ് ചെയ്യുന്നത് കൊണ്ടോ ഹഗ് ചെയ്യുന്നത് കൊണ്ടോ ഫുഡ് വാരി കൊടുക്കുന്നത് കൊണ്ടോ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ടോ ഒന്നും ഇത് പടരണമെന്ന് ഇല്ല. നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? വാക്സിനേഷൻസ് പ്രോപ്പറായിട്ട് എടുക്കണം. നമ്മൾ 3 സെറ്റ് വാക്സിനേഷൻസ് അതിനുശേഷം ഹെപ്പറ്റൈറ്റിസ് ബി കുഞ്ഞിന് കിട്ടിയിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം. 9 മുതൽ 18 മാസത്തിനുള്ളിൽ നമ്മൾ കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് ബി സ്റ്റാറ്റസ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ആൻറ്റിബോഡി ലെവൽസും നോക്കും. ആൻറ്റിബോഡി ലെവൽസ് നിശ്ചിത ലെവലിൽ താഴെയാണെങ്കിൽ റീവാക്സിനേറ്റ് ചെയ്യേണ്ടി വരും. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണെന്ന് കാണുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇത് ക്രോണിക് കാരിയർ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാവിയിൽ കുഞ്ഞിന് സിറോസിസും മറ്റ് ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ചികിത്സയും പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസും എല്ലാം അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള അമ്മ എപ്പോഴും ആ ഡെലിവറി സമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുക.